ഇന്നത്തെ കാലത്ത് ഡിപ്രഷൻ, ആങ്സൈറ്റി പോലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കാത്ത ആളുകൾ വളരെ കുറവാണ്. എല്ലാവർക്കും തന്നെ എന്തെങ്കിലുമൊക്കെ മാനസിക ബുദ്ധിമുട്ടുകളും പിരിമുറുക്കങ്ങളും ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കാൻ സാധ്യതയുണ്ട് വൈറ്റമിൻ ഡി ലെവൽ പ്രോപ്പറായിട്ട് നിങ്ങളുടെ ശരീരത്തിൽ ഇല്ല എങ്കിൽ. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്ത മജോറിറ്റി ആളുകളിലും, അതായത് 60 or 70 above% ആളുകൾക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കണ്ടെത്തിയതായിട്ടാണ് പറയപ്പെടുന്നത്, അല്ലെങ്കിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എല്ലാവരും മനസ്സിലാക്കിയിരിക്കുക, വൈറ്റമിൻ ഡിക്ക് ശരീരവും മനസ്സും ആരോഗ്യമായിട്ടിരിക്കുന്നതിൽ വളരെ വലിയ ഒരു പങ്ക് തന്നെയുണ്ട്. ഇനി നമുക്ക് സൂര്യപ്രകാശമല്ലാതെ മറ്റ് ഏതൊക്കെ ഭക്ഷണ സാധനങ്ങളിൽ നിന്നും നമുക്ക് വൈറ്റമിൻ ഡി ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നുകൂടി മനസ്സിലാക്കാം. ഒന്ന്, മഷ്റൂം, കൂണിലുള്ള എർഗോസ്ട്രോൾ എന്ന കണ്ടന്റ് വെയിൽ കൊള്ളുമ്പോൾ അത് വൈറ്റമിൻ ഡി ആയിട്ട് കൺവേർട്ട് ആവുകയും അത് കഴിക്കുമ്പോൾ നമുക്ക് വൈറ്റമിൻ ഡി ലഭിക്കും എന്ന് പറയുന്നു. സൂര്യപ്രകാശത്തിന് എക്സ്പോസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സൂര്യപ്രകാശം ലഭിക്കുന്ന മഷ്റൂമിനാണ് ഇത് ഉള്ളതെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇനി നമുക്ക് കിട്ടിയ ശേഷമാണെങ്കിലും അത് കൃത്യമായിട്ട് സ്ലൈസ് ചെയ്ത് സൂര്യപ്രകാശത്ത് കുറച്ചു നേരം സൂര്യപ്രകാശത്ത് വെക്കുകയാണെങ്കിൽ ഈ ഒരു എർഗോസ്ട്രോൾ എന്ന കണ്ടന്റ് സൂര്യപ്രകാശം ലഭിക്കുന്നത് വഴി വൈറ്റമിൻ D2 ആയിട്ട് കൺവേർട്ട് ആകുകയും അത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് വൈറ്റമിൻ ഡി ലഭിക്കുമെന്നും പറയുന്നു. അടുത്തതായി നട്ട്സ്, കാഷ്യൂ നട്ട് തന്നെ 4-5 എണ്ണം ഒക്കെ ഓരോ ദിവസവും കഴിക്കാം. അമിതമായി കഴിച്ചു കഴിഞ്ഞാൽ അതും മറ്റു പല അസുഖങ്ങൾക്കും കാരണമാകും. ഒരു ദിവസം 4-5 എണ്ണം എന്ന അളവിൽ നട്ട്സ് കഴിക്കാൻ ശ്രമിക്കുക. അടുത്തത് മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്ട്സ്, പാലും പാലുൽപ്പന്നങ്ങളും കഴിക്കാൻ ശ്രമിക്കുക. അടുത്തതായി ഫാറ്റി ഫിഷുകൾ, സാൽമൺ ഫിഷ്, മാക്കറൽ, അയല, ട്യൂണ, ചൂര, ഇതിൽ നിന്നൊക്കെ വൈറ്റമിൻ ഡി ലഭിക്കുമെന്ന് പറയുന്നു. അടുത്ത പ്രധാനപ്പെട്ട ഒരു ഭക്ഷണം എഗ് യോക്ക്, മുട്ടയുടെ മഞ്ഞ. അതുകൊണ്ട് എല്ലാ ദിവസവും തന്നെ മുട്ട കഴിക്കാൻ ശ്രമിക്കുക. ഇതും സണ്ണിന് എക്സ്പോസ്ഡ് ആയിട്ടുള്ള ചിക്കൻ്റെ എഗ് ആണെങ്കിലാണ് പ്രധാനമായിട്ടും വൈറ്റമിൻ ഡി കൂടുതലായി ഉണ്ടാവുക എന്ന് പറയുന്നു. കൊളസ്ട്രോൾ ഉള്ള ആളുകൾ അത് അനുസരിച്ച് കഴിക്കുക. അടുത്തത് റെഡ് മീറ്റ്. റെഡ് മീറ്റ് എന്ന് പറയുമ്പോൾ ബീഫ്, മട്ടൺ, പോർക്ക് ഇവയിൽ നിന്നും ചെറിയൊരളവിൽ വൈറ്റമിൻ ഡി ലഭിക്കുമെന്ന് പറയുന്നു. എല്ലാവരും മനസ്സിലാക്കിയിരിക്കുക, വൈറ്റമിൻ ഡിക്ക് ശരീരവും മനസ്സും ആരോഗ്യമായിട്ടിരിക്കുന്നതിൽ വളരെ വലിയ ഒരു പങ്ക് തന്നെയുണ്ട്. അതിൻ്റെ അളവ് കൃത്യമായി തന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ ഏതെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ഡോക്ടറെ കണ്ടതിന് ശേഷം വൈറ്റമിൻ ഡി ലെവൽ ചെക്ക് ചെയ്യുക. അതിൻ്റെ ലെവൽ അനുസരിച്ച് സപ്ലിമെന്റ്സ് ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം മാത്രം എടുക്കുക. അതുപോലെ തന്നെ ആളുകൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു തെറ്റിദ്ധാരണയും അല്ലെങ്കിൽ മിസ്റ്റേക്കുമാണ്, എന്തായാലും എൻ്റെ ശരീരത്ത് വൈറ്റമിൻ ഡി കുറവായിരിക്കും, എല്ലാ ആഴ്ചയും അല്ലെങ്കിൽ എല്ലാ മാസവും ഒരു വൈറ്റമിൻ ഡി കഴിച്ചേക്കാം, അല്ലെങ്കിൽ എല്ലാ ദിവസവും വൈറ്റമിൻ ഡി കഴിച്ചേക്കാം എന്ന് ഒരിക്കലും വിചാരിക്കരുത്. പീരിയോഡിക്കലി ടെസ്റ്റ് ചെയ്യണം. ടെസ്റ്റ് ചെയ്തതിന് ശേഷം 30-നും 100-നും ഇടയ്ക്കാണ് നോർമൽ ലെവൽ. മിനിമം 30 എന്ന് പറയുന്നുണ്ടെങ്കിലും 30 സഫീഷ്യന്റ് അല്ല. 40, 50, 60 ഒക്കെ റേഞ്ചിൽ വൈറ്റമിൻ ഡി വേണമെന്നാണ് പറയപ്പെടുന്നത്. അതിൽ നിങ്ങളുടെ ശരീരത്തിലെ വൈറ്റമിൻ ഡിയുടെ അളവ് അനുസരിച്ച് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. എന്തായാലും സൺ എക്സ്പോഷർ, കുറച്ചു നേരം വെയിൽ കൊള്ളുന്നത്, അതുപോലെ തന്നെ മുട്ട, പാല്, പാലുൽപ്പന്നങ്ങൾ, ഡേറ്റ്സ്, ഫിഷ്, റെഡ് മീറ്റ് ചെറിയ അളവിൽ, ഇതൊക്കെ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് വിറ്റാമിൻ ഡി കിട്ടാനും മറ്റ് ആവശ്യമായിട്ടുള്ള പല ഘടകങ്ങളും പല വൈറ്റമിൻസും നമ്മുടെ ബോഡിക്ക് കിട്ടാൻ സഹായിക്കുന്നതാണ്. ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യുന്നതിന് ഏകദേശം 1000 രൂപയ്ക്ക് അടുത്ത്, 1000 rupees അടുത്ത് ടെസ്റ്റ് ചെയ്യുന്നതിന് തന്നെ ചിലവാകുന്നു എന്നതാണ്. ചില സ്ഥലങ്ങളിൽ അത് 900 something ആകാം, 1000 something ആകാം. ലാബിനനുസരിച്ച് വ്യത്യാസമുണ്ടായിരിക്കാം. എന്തായാലും നിങ്ങൾ ഈ ഒരു 1000 രൂപ ലാഭിക്കുന്നതിനായിട്ട് വർഷങ്ങളായിട്ട് മറ്റു പല ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ശരിയായിട്ടുള്ള ഒരു പ്രവണതയല്ല. 1000 രൂപ നഷ്ടപ്പെട്ടു എന്ന് കരുതി അതൊരു വലിയ നഷ്ടമായിട്ട് കരുതരുത്. കാരണം അതിനുശേഷം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മെഡിസിൻ കഴിക്കുകയും ഒക്കെ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് കൂടുതൽ സന്തോഷമായിട്ടും സമാധാനമായിട്ടും വേദനകളില്ലാതെയും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതായിരിക്കും. എന്തൊക്കെയായാലും ഒരിക്കലും സ്വയം ചികിത്സ പാടില്ല. കൃത്യമായ ഇടവേളകളിൽ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. പ്രത്യേകിച്ചും ജോയിന്റ് പെയിൻ, മസിൽ പെയിൻ, ഹെയർ ഫോൾ, ഡിപ്രഷൻ, ആങ്സൈറ്റി, ലോ ലെവൽ ഓഫ് ഇമ്മ്യൂണിറ്റി, അങ്ങനെ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യുകയും അതിന്റെ അളവ് കൃത്യമായിട്ട് ശരീരത്തിൽ നിലനിർത്തുകയും ചെയ്യുന്നത് വഴി വളരെ അധികം പ്രയോജനങ്ങൾ നിങ്ങൾക്കുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, വൈറ്റമിൻ ഡി ചില്ലറക്കാരനല്ല. അതിന് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കും. സോ എല്ലാ ആളുകളും തന്നെ ഡോക്ടറെ കാണുമ്പോൾ വൈറ്റമിൻ ഡിയുടെ കാര്യം സൂചിപ്പിക്കുക, ചെക്ക് ചെയ്യുക. സഫീഷ്യൻ്റ് ആയിട്ടുള്ള അളവിൽ വൈറ്റമിൻ ഡി ശരീരത്തിൽ ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും അതിനുവേണ്ട ബാക്കി
കാര്യങ്ങൾ ചെയ്യുക. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്ത മജോറിറ്റി ആളുകളിലും, അതായത് 60 or 70 above% ആളുകൾക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കണ്ടെത്തിയതായിട്ടാണ് പറയപ്പെടുന്നത്, അല്ലെങ്കിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ അത്രയും പ്രാധാന്യമുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ ഇത്രയും ആളുകൾക്ക് കുറവാണെങ്കിൽ നിങ്ങളുടെ വൈറ്റമിൻ ഡി ലെവലും റിക്വയർഡ് ലെവലിലും താഴെയാവാൻ സാധ്യത വളരെ കൂടുതലാണ്. 1000 രൂപയുടെ കാര്യമോർത്ത് ഒരിക്കലും വലിയ ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ അനുഭവിക്കാതിരിക്കുക. സന്തോഷവും ആരോഗ്യത്തോടെ ഇരിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും. ഈ വീഡിയോ എല്ലാവർക്കും പ്രയോജനകരമായി എന്ന പൂർണ്ണ വിശ്വാസത്തോടെ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.